നീ എന്നല്ലേ നിന്റെ പരാതിയൊക്കെ പറയണോ എന്നോട്? അതിനോട് എന്നോടുള്ള ദേഷ്യം അതിനോട് തീർത്തിട്ട് കാര്യമില്ല. അല്ല, അവള് നിങ്ങൾ ഒരേപോലെ പറഞ്ഞ അനുസരണ എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ മോന് അവന് വിട്ടുപോയി പറയാം. 3 എണ്ണം വീട്ടിലുള്ളത്. അതെന്നറിയാവോ? ഞാൻ ഒരാള് മാത്രം. അതെന്നറിയാവോ നിനക്ക് അങ്ങനെ തോന്നുന്നത്? നീ ചുമ്മാ ഇങ്ങനെ കുറെ നാൾ വീട്ടിലിരുന്നിട്ട് ഈ മൃഗത്തിന്റെ കൂടെ അല്ല തീറ്റയും കുഴപ്പം. അതുകൊണ്ട് വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ബാ, എവിടെയും പോവാം. നീ ഇങ്ങനെ ഇതിൻ്റെ കൂടെ നടന്നു. അത് വേണം തീർക്കാം. നീ ഇതിൻ്റെ കൂടെ നിന്നിട്ട് എന്നും നിനക്ക് ഇതേപോലെ ഇപ്പം പോയിട്ട് വരാം. അന്നേരം മാറിക്കോളൂ. ഇതല്ല എവിടെയാന്ന് എന്തെങ്കിലും പറയാം. അത് എനിക്ക് തന്നെ അറിയത്തില്ല. അന്നേരം അല്ല തീർക്കാം. അത് മതി. റെഡിയാ, കുളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നീങ്കിലും പറ എങ്ങോട്ടൊക്കെയാന്ന്. എങ്ങോട്ടാന്ന് ചോദിച്ചാല് കൊറേ സിനിമയിലൊക്കെ പാട്ട് സീൻ ഉണ്ടായിരുന്നു പോകുന്ന സ്ഥലത്ത്. പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറേ ആൽബങ്ങളിലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലട്ടെ. ഇതിലേ പോകേണ്ടത് സ്ഥലം കണ്ണൂരില്. കണ്ണൂരിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോ? മാറിയേക്കാം. അപ്പൊ നമുക്ക് ആ സ്ഥലത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ചോദിച്ചു പോകണം. അതെ, ചോദിച്ചു പോവാം. നമ്മളങ്ങനെ തളിപ്പറമ്പ് കരിമ്പം ഫാം എന്ന് എഴുതിയേക്കണുണ്ടോ? തളിപ്പറമ്പ് കരിമ്പം റൂട്ടിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൃഷിത്തോട്ടം, ഇവിടെ കുറെ കൃഷിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നഴ്സറികളും എല്ലാം ഉണ്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. ജില്ലാ കൃഷിത്തോട്ടം വിൽപ്പന കേന്ദ്രം കണ്ടു. ഇവിടെ ചെന്നാൽ നമുക്ക് വിത്തൊക്കെ കിട്ടില്ലേ? ഒരു ദിവസം പോയി നോക്കണേ നമുക്ക്. ഇതെല്ലാം നല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ കിട്ടിയത് അല്ലേ? അങ്ങനെ ഇനി നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് ഇനി എത്ര ദൂരം ഉണ്ടാവും? ഗൂഗിൾ ചേച്ചി 400 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് തിരിയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ വേറെ വഴിക്ക് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങ് തിരിഞ്ഞേക്കാം അല്ലേ? കറുത്ത കൊക്ക്, വെളുത്ത കൊക്ക്. അത് കൊക്കാ, കൊക്കിന്റെ പോലെ ഇരിക്കണേ. അത് കൊക്കിന്റെ പോലെ ഇരിക്കണ കണ്ടല്ലേ? അത് ദേശാടന പക്ഷികളാന്ന് തോന്നുന്നു കൂട്ട കണ്ടിട്ട്. കറുത്ത കൊക്ക് ഞാനും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. അതെ, കൊക്കിന്റെ പോലെ തന്നെ ഇതാ. നമുക്ക് ആദ്യമായിട്ട് കാണുന്നതാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ, കറുത്ത കൊക്കുകൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് വെച്ച് നമ്മളിവിടെ കൊണ്ടുവന്നു. നമുക്കപ്പോൾ പാർക്കിങ്ങിലോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ കാണുന്ന അമ്പലമാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ഒരു ക്ഷേത്ര കുളമുണ്ട്. വളരെ പ്രശസ്തി ആർജിച്ച ഒരു കുളമാണ്. ഇത് കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ പല സിനിമകളിലും പാട്ട് സീനിലും അതേപോലെ ആൽബത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ പടിക്കെട്ടുകളോട് കൂടിയ ഈ ഒരു അമ്പലക്കുളം അല്ലേ. ഇത് മറ്റെങ്ങുമല്ല സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളും ഈ ഇടയ്ക്കാണ് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥലത്തുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലക്കുളം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ അമ്പലമാണെങ്കിൽ ത്രേതായുഗത്തിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഈ അമ്പലക്കുളത്തിന് 1500 വർഷത്തെ പഴക്കമാണ് പറയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പടിക്കെട്ടുകളോട് കൂടിയ കിണറുകളുടെ രൂപത്തിൽ 62 സെൻറ്റിൽ 19 മീറ്റർ ഉയരത്തിലാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഈ കല്ല് പാകിയിട്ടുള്ള പടികൾ കണ്ടില്ലേ, അതൊരു പ്രത്യേക ഒരു ഷേപ്പിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അമ്പലക്കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ. അപ്പോൾ ആദ്യം ഒന്ന് ഇറങ്ങാൻ പേടിയായിരുന്നെങ്കിലും ഞാൻ മടിച്ചിട്ടാണെങ്കിലും ഒന്ന് ഇറങ്ങി നിന്നു. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ഈ സാധാരണ കാല് സ്പാ ചെയ്യാനൊക്കെ പോകത്തില്ലേ മീനുകളെ കൊണ്ട്, അത് പറഞ്ഞതുപോലെ ഈ മീനുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് കാലിൽ വന്ന് കൊത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് ദൂര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. അപ്പം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ് ഇത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഈ പടിക്കെട്ടുകളാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പേരിലും കൂടെ ഈ ക്ഷേത്രക്കുളം അറിയപ്പെടുന്നുണ്ട്. അയണിവയൽ കുളം എന്നാണ്
ഇത് അറിയപ്പെടുന്നത്. 2001 ഇത് ഒന്ന് നവീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലക്കുളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പം കാണുന്നത് ഇതേപോലെയുള്ള ആൽമരവും, അത് അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ല. അപ്പം ഈ മതിൽക്കെട്ട് നിന്ന് താഴേട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ കുളത്തിൻ്റെ വേറൊരു പ്രത്യേക ഒരു ഭംഗി കാണാം. മുകളിൽ നിന്ന് താഴോട്ട് എന്ത് രസമാണെന്ന് നോക്കി. എന്നാലും എങ്ങനെയായിരിക്കും ഇത് അവരങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്കിത് കാണുമ്പോൾ തോന്നും കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇങ്ങനെയൊരു ഷേപ്പിലൊക്കെ ഇത് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നോക്കിയാൽ ഇവിടെ ഈ ആൽമരവും അതിനോട് ചേർന്നിട്ട് ആൽമരം നന്നായിട്ട് ഇങ്ങനെ കെട്ടി, ഇങ്ങനെ തറയൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽമരത്തിനും ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാവുമായിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെയുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചട്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതിനും പിള്ളേർക്കുള്ള കളിപ്പാട്ട സാധനങ്ങളും അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ അമ്പലക്കുളമൊക്കെ കണ്ട് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക്, ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഈ പെരളശ്ശേരി എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് കരുവഞ്ചാല നിന്ന് അത്രയും ദൂരമാണ് ഉണ്ടായിരുന്നത്. അത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വയറ്റിൽ നന്നായിട്ട് കാറ്റ് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു വനിതാ ഹോട്ടൽ കണ്ടു. അവിടെ ആകുമ്പം നല്ല ഊണ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ വനിതാ ഹോട്ടലിൽ കയറി. വളരെ ചെറിയൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് ഇലയിലാണ് തന്നത്. ഒരു മത്തങ്ങ ചാറും പിന്നെ മീനിൻ്റെ ചാറുണ്ടായിരുന്നു, ക്യാബേജ് തോരനും മത്തങ്ങയും കൊണ്ട് തന്നെയുള്ളൊരു തോരനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു കറിയായിരുന്നു നമുക്ക് അവർ തന്നത്. പിന്നെ അച്ചാറില്ലേന്ന് ചോദിച്ചപ്പോൾ കുറച്ച് അച്ചാർ തന്നു. പിന്നെ കൂട്ടത്തിൽ ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നു. റോട്ടിൽ കൂടെ ലൈനായിട്ട് പോകുന്ന പശുക്കുട്ടി, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, പിന്നെ നാത്തൂനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ലൈനായിട്ട് പോകുന്നു. അടിപൊളി. ഒരു പേടിയില്ല കേട്ടോ. അത് ലൈനായിട്ട് ലൈൻ തെറ്റിക്കുന്നില്ല. ഈ ഒരെണ്ണം മാത്രം ലൈൻ തെറ്റിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒന്നും ലൈൻ തെറ്റിക്കുന്നില്ല. അവരുടെ ആ ലൈനിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പേടിയില്ല. പെരളശ്ശേരി അമ്പലവും എല്ലാം കണ്ടു. വനിതാ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ആ ചോറിന് എത്രയായിരുന്നേ? ഒരെണ്ണത്തിന് 50 രൂപയായിരുന്നോ? 50 രൂപ. പക്ഷെ വലിയ നമ്മള് പുറത്തിറങ്ങി കഴിക്കുമ്പോ ഒരു സൂഹിക്കുമല്ലോ, അതേ ഉള്ളൂ. ഇത് തന്നെ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ. അതെ. അപ്പം നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പൊ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര വിഷമമാണ്. വീണ്ടും പോയിട്ട് പശുക്കുട്ടിയോട് വർത്തമാനം പറയണമല്ലോ. അപ്പൊ അതിന്റെ വിഷമോ. അതെ, വീട്ടിൽ തിരിച്ചു പോയിട്ട് വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ പണികള്. എല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും കൺമണിയുടെ പറഞ്ഞ പരാതി തീർന്നില്ലേ? തീർന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ 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 കൊടുത്തേ. ബൈ ബൈ.